നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓർമ്മയുണ്ടാവും 2 കൊല്ലം മുമ്പ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉറുഗ്വേനിയൻ താരമായിട്ടുള്ള അഡ്രിയാൻ ലൂണ ഗുരുപ്രീത് സിംഗ് സന്ധുവിൻ്റെ കാലുകളിൽ നിന്നും ചാർജ് ചെയ്തെടുത്ത് കബളിപ്പിച്ചുകൊണ്ട് ഒരു ഗോൾ സ്കോർ ചെയ്യുന്ന രംഗമുണ്ട്. അതേ രംഗം തന്നെ ഈ പറഞ്ഞ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ എഡീഷനായിട്ടുള്ള വിക്ടർ ബർട്ടോമിയോ ഇതേ ഒരു സെയിം അതുമായിട്ട് സാമ്യപ്പെടുത്താവുന്ന അതേ ഗോള് തന്നെ ഒപ്പോണന്റ് ഗോൾ കീപ്പറിനെ പ്രഷർ ഇട്ടുകൊണ്ട് അനായാസം കബളിപ്പിച്ച് ആ ഒരു ഗോള് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അവിടെ ഇത് ലൂണയാണെങ്കിൽ ഇദ്ദേഹത്തിനൊരു പ്രത്യേകതരം ഒരു പ്ലേയിങ് സ്റ്റൈലാണ്. അതായത് ഡിഫൻഡേഴ്സിനെയോ അല്ലെങ്കിൽ ഗോൾ കീപ്പറിനെയോ ഭയങ്കര അഗ്രസീവായിട്ട് ചെന്ന് പ്രഷർ ഇട്ട് കൊടുക്കുന്ന, അതുവഴി 1-on-1 ഡുവൽസ് പലതവണയായിട്ട് വിൻ ചെയ്യുന്ന ഒരു കളിക്കാരൻ കൂടിയാണ് ഇദ്ദേഹം. ഇൻ്റലിജൻറ്റ് മൂവ്മെൻറ്റ്സും അതുവഴി ബിഗ് ചാൻസസ് കൺവേർഷനും ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ നമുക്ക് പ്രധാന വിഷയത്തിലേക്ക് തന്നെ വരാം. ഇപ്പോൾ ലൂണയുടെ വിഷയം പറഞ്ഞത് ലൂണ പണ്ടടിച്ചിട്ടുള്ള ആ ഒരു ഗോളുമായിട്ട് സാമ്യം തോന്നുന്ന ഒരു വിഷ്വൽ കണ്ടുകൊണ്ട് മാത്രമാണ് തുടക്കത്തിൽ അതെടുത്തിട്ടത്. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുമ്പോൾ പല വ്യത്യസ്തമായിട്ടുള്ള ഫോർമാറ്റിലും വ്യത്യസ്ത ശൈലിയിലും ഒരുതരം സ്പാനിഷ് സെറ്റ് ഓഫ് ഗെയിം പ്ലേ നടത്തുന്ന 2 താരങ്ങളാണ്. ഒന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോർമർ താരമായിട്ടുള്ള ഹീസസ് ഹിമെനസും ഒപ്പം നിലവിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ എഡീഷനായിട്ടുള്ള വിക്ടർ ബർട്ടോമിയോ എന്ന് പറയുന്ന അതേ സ്പാനിഷ് നാട്ടിൽ നിന്നും വന്നിട്ടുള്ള ഈ 2 താരങ്ങളുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ഡീകോഡിംഗ് അനാലിസിസ് വീഡിയോ ആണ്. പിന്നുണ്ടല്ലോ, നമ്മുടെ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന 80-90% ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. ദയവീത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ ശ്രദ്ധിക്കുക. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ വർഷം ഇതുവരെ നടത്തിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നോക്കുമ്പോൾ ഓക്കെ, ഞാനത് സമ്മതിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് സൈനിങ് തന്നെയാണ്. പക്ഷേ അതിൽ എനിക്കൊരു തൃപ്തിപ്പെടുത്തുന്ന 1-2 സൈനിങ്ങിൽ പറയാൻ പറ്റിയ മികച്ചൊരു സൈനിങ് തന്നെയാണ് ഈ ഒരു സ്പാനിഷ് സെൻറ്റർ ഫോർവേഡായിട്ടുള്ള വിക്ടർ ബർട്ടോമിയോ എന്ന് പറയുന്ന ഈ ഒരു 33-കാരൻ. സോഷ്യൽ മീഡിയ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് സൈനിങ് എന്നുള്ളൊരു ഹാഷ്ടാഗും ടാഗ് ലൈനൊക്കെയാണ് എല്ലായിടത്തും കാണാൻ പറ്റുന്നത്. ഇതേ കാരണം അല്ലെങ്കിൽ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ജീസസ് ജിമിനസിനെ വെച്ചുകൊണ്ട് തന്നെ ഒരു കമ്പാരിസൺ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ജീസസ് ജിമിനസ് ആയിക്കോട്ടെ, ഒരു സ്പീഡി മോൺസ്റ്റർ അല്ല, അല്ലെങ്കിൽ പോട്ടെ ഒരു ഫ്ലാഷി ഡ്രിബിളർ അല്ല, ഇതൊന്നും അല്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൽ നിന്നും ചില പോയിന്റ് ഓഫ് കാര്യങ്ങളിൽ ഈ പറഞ്ഞ വിക്ടർ ബർട്ടോമിയോയ്ക്ക് വലിയൊരു പങ്ക് ചില ഒരു സിറ്റുവേഷൻ സെറ്റ് ഓഫ് ഗെയിം പ്ലേയിൽ ഇദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു പങ്കുണ്ടെന്നുള്ള കാര്യം തീർച്ചയായിട്ടും എടുത്തു പറയണം. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുമ്പോൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ സീസണിൽ ഹീസസ് ഹിമെനസ് ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാക്കിയ മെയിനായിട്ടുള്ള റോൾ എന്ന് പറയുമ്പോൾ ബോൾ ഇട്ട് കൊടുത്താൽ അത് കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തുക എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ വിക്ടർ ബർട്ടോമിയോയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഹീസസ് ഹിമെനസിനെ പോലെ തന്നെ മുന്നോട്ട് കയറി കളിക്കുകയും അതേസമയം പിന്നോട്ടിറങ്ങി വന്ന് ബോൾ എടുത്ത് ക്യാരി ചെയ്ത് കളിക്കുന്നൊരു കാര്യമുണ്ട്. അവിടെ ക്യാരി ചെയ്യുന്ന കാര്യത്തിൽ ഹിമെനസിനേക്കാളും 1-2 പടി മുന്നിൽ ഇവിടെ തീർച്ചയായിട്ടും വിക്ടർ ബർട്ടോമിയോ ആണെന്നേ ഞാൻ പറയുള്ളൂ. സംഭവം ശരിയാണ്, 2 പേരും ഭയങ്കര വൈഡറായിട്ട് വിട്ടെടുത്ത് കളിക്കും, വിങ്ങിലൂടെ ആക്രമണങ്ങൾ കൊണ്ടുവരും, എല്ലാം ഒക്കെ അതേ ഒരു സ്പാനിഷ് സെറ്റ് ഓഫ് ഗെയിം പ്ലേ ആണ്. പക്ഷേ ആ ഒരു ബോൾ ക്യാരിങ് ഒബ്സ്ട്രക്ഷൻ നടത്തുന്നതിൽ അവിടെ വലിയൊരു മാറ്റം കാണുന്നത് ഈ പറഞ്ഞ വിക്ടർ ബർട്ടോമിയോയിലാണ്. നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വിഷ്വലിൽ കാണുന്ന പോലെ തന്നെ മധ്യനിരയിൽ നിന്നും പിറകോട്ടിറങ്ങി വന്ന് ഡ്രോപ്പ് ചെയ്ത് കളിക്കുന്ന ഒരു വിക്ടർ ബർട്ടോമിയോയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അവിടെ നമുക്കറിയാം ഒരുപാട് സ്പേസുകളിൽ വൈഡറായിട്ട് തന്നെ തൻ്റെ സഹകളിക്കാർ ആരും മാർക്ക് ചെയ്യപ്പെടാതെ അവിടെ നിൽക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഒരു ഫേക്ക് കിക്ക് മൂവ്മെൻറ്റ് നടത്തി ഒരു പിറകോട്ടൊരു പന്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കൊടുത്തു. അവിടെ 3-4 പ്ലെയേഴ്സ് ഫേക്കിംഗ് ആയിട്ട് അവരിലേക്ക് പന്ത് എത്തിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ ഓടി മുന്നിലേക്ക് കയറുന്നത് ഈ പറയുന്ന വിക്ടർ ബർട്ടോമിയോ തന്നെയാണ്. എതിരാളികളെ ഫേക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഒരു മൂവ്മെൻറ്റ് നടത്തി ഇവിടെ വിക്ടർ ബർട്ടോമിയോ തന്നെ അതിമനോഹരമായ ഒരു ഗോൾ നേടുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ജീസസ് ജിമെനസിൽ നിന്നും ഒരുപാട് വ്യത്യസ്തയാർന്ന മാറ്റങ്ങളിൽ ആദ്യത്തെ കാര്യം, ജീസസ് ജിമെനസ് ഈ പറഞ്ഞ പോലെ ഡ്രോപ്പ് ചെയ്ത് കളിക്കുമെങ്കിലും അവിടെ ഒരു ക്രിയേറ്റീവ് ഇൻറ്റൻറ്റ് ഉണ്ടാക്കാൻ ജീസസിന് പലതവണയായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഉദാഹരണം, ജീസസ് പുറകോട്ടിറങ്ങി കളിക്കുമ്പോഴും കൂടുതലായിട്ടൊരു വിങ്ങിലേക്ക് കേന്ദ്രീകരിച്ച്, അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗെയിം സ്റ്റൈൽ തന്നെ അങ്ങനെയാണ്, ജീസസിനെ പറഞ്ഞിട്ടും കാര്യമില്ല, വിങ്ങിലേക്ക് കേന്ദ്രീകരിച്ചിട്ടുള്ള പാസുകളും ആ ഒരു പെനട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ജീസസിൻ്റെ ആ ഒരു പ്ലേയിങ് സ്റ്റൈലിൽ മാത്രം കാണാൻ കഴിയുന്നത്. ജീസസ് ഗോളൊക്കെ അടിക്കുന്നുണ്ട്, പക്ഷെ ഒരു ഡേഞ്ചർ മൂവ്മെന്റ് എന്ന് പറയാൻ യാതൊന്നും തന്നെ ഇല്ല. നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഹീസസ് ഹിമെനസ് അടിച്ചിട്ടുള്ള ഗോളുകളിലൊക്കെ ഇദ്ദേഹത്തിന് ബോൾ ഇട്ട് കൊടുത്ത് അത് കൺവേർട്ട് ചെയ്യുന്നു. ആ ഒരു ഡ്യൂട്ടി മാത്രമാണ് കൂടുതലും നമുക്ക് ആ ഗോളുകളിലൊക്കെ കാണാൻ പറ്റുന്നത്. മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എതിരാളികളെ പ്രഷർ ചെയ്ത് കളിക്കുന്ന ഒരു മുന്നേറ്റ നിര താരവുമായിരുന്നില്ല ഈ പറഞ്ഞ ജിമെനസ്. എന്ന് വെച്ച് ഹിമെനസ് അത്ര മോശമാണെന്നല്ല ഞാൻ പറയുന്നത്.
മത്സരത്തിലെ ക്രൂഷ്യൽ മൊമെൻറ്റ്സിലൊക്കെ ടെക്നിക്കൽ മൂവ്മെൻറ്റുകൾ നടത്തി ഗോളുകൾ നേടുന്ന ഒരു വിക്ടർ ബെർട്ടോമിയോയാണ് നമുക്ക് പല സിറ്റുവേഷനിലും പല സമയങ്ങളിലും കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും പുതിയൊരു കാര്യം പറയുകയാണെങ്കിൽ ഫിഫ പുറത്ത് നൽകിയിരിക്കുന്ന സ്റ്റാറ്റുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ബാക്കിയൊരു കാര്യം നോക്കുന്നില്ല. ഫിസിക്കലും പേസും ഈ രണ്ട് കാര്യങ്ങളിൽ യേസസ് ഹിമനസിനേക്കാളും കൂടുതൽ മുൻതൂക്കമുള്ളത് ഈ പറഞ്ഞ വിക്ടർ ബെർട്ടോമിയോക്ക് തന്നെ. പിന്നെ വിക്ടർ ബെർട്ടോമിയോയുടെ നെഗറ്റീവ് സൈഡ് എന്തെന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഫിനിഷിംഗ് ആണ്. ഇപ്പോൾ ഏറ്റവും അവസാനം ഫിഫ പുറത്തുവിട്ടിരിക്കുന്ന സ്റ്റാറ്റുകളിൽ ഈ പറഞ്ഞ താരത്തിന് ഈ വിക്ടർ ബെർട്ടോമിയോയ്ക്ക് ഫിനിഷിംഗ് ഒരല്പം കുറവാണ്. സോ ഈ കണക്കുകൾ നോക്കിയിരുന്നിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ISL വന്നിട്ട് എങ്ങനെ പ്രൂവ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. പ്രത്യേകിച്ച് കഴിഞ്ഞു പോയ ഇദ്ദേഹത്തിൻ്റെ സീസണുകളിലൊക്കെ ഒരുപാട് ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള ഒരു താരം കൂടിയാണ് ഇദ്ദേഹം. തീർച്ചയായിട്ടും ഇദ്ദേഹത്തിന് ISL വന്നിട്ട് തിളങ്ങാൻ പറ്റുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ ഈ ഒരു കമ്പാരിസൺ വീഡിയോ. അപ്പോൾ ആരാണ് മികച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു ഉത്തരവൊന്നും നൽകാൻ പറ്റില്ല. കാരണം ഇപ്പോൾ യേസസ് ഹിമനസ് ആണെങ്കിലും ISL വന്നിട്ട് അതിൻ്റെ കഴിവ് എന്താണെന്ന് വ്യക്തമായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു താരമാണ്. ഇപ്പോൾ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ കുറച്ചൊക്കെ മുൻതൂക്കം വേണമെങ്കിൽ നമുക്ക് വിക്ടർ ബെർട്ടോമിയോയായിട്ട് തോന്നും. പക്ഷേ കളിയിലും അത്രത്തോളം നമ്മളെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഇദ്ദേഹം. പക്ഷേ ISL വന്ന് എങ്ങനെ പ്രൂവ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് വഴിയെ കണ്ടു തന്നെ അറിയാം. സോ ഇപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ ഒരു കാര്യം, ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ നൽകിയിട്ടുള്ള സൈനിങ്ങുകളൊക്കെ വെച്ചിട്ട് നമുക്കൊരു ബെസ്റ്റ് 11 നമുക്ക് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ കൂടെ കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോഴും ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് സെനിസ് ഫുട്ബോൾ വരുമ്പോഴത്തേക്കും ബൈ.